ആ ഹസ്ബൻഡ് വന്നിരുന്നല്ലേ? ആ ലീവ് മുന്നേ ചോദിച്ചിരുന്നോ? ഓ ലീവ് കിട്ടിയില്ലേ? അത് പിള്ളേർ പറഞ്ഞു. പിള്ളേർ എവിടെ നിന്നൊക്കെ ന്യൂസ് പിടിക്കുന്നതാവും. ശരി. അല്ല ലക്ഷ്മി ടീച്ചർ ഇപ്പോൾ ഫ്രീ അല്ലേ? 7 അല്ല കേട്ടോ. ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നോളൂല്ലോ. കുട്ടികൾ പറഞ്ഞു ഈ പീരീഡ് പി ടി ആന്ന്. എൻ്റെ ടീച്ചറെ കഷ്ടമുണ്ട്. ഈ പി ടി പീരീഡ് കൊണ്ടുപോയി മാത്സ് എടുത്താലത്തെ ഒരു അവസ്ഥ ഒന്ന് ടീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ആഴ്ചയും പിള്ളേരും ഒന്ന് പറഞ്ഞോളൂ മാത്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കൊള്ളാം. എൻ്റെ കുട്ടികൾ എന്നോടല്ലാതെ പിന്നെ ആരോടെ പറയാ? ഞാൻ അവരുടെ ക്ലാസ് ടീച്ചറല്ലേ. ഒന്നാമത് ഞാനിപ്പോൾ ഈ മലയാളം എടുത്ത് ഒരു കണക്കിന് ആ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് പോലെ ഇപ്പോൾ വന്നുള്ളൂ. അത് ഈ ഉച്ച കഴിഞ്ഞ സമയം. അടുത്ത ആഴ്ച ടീച്ചർ ഇങ്ങനെ എടുക്കരുത് കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വഴക്കല്ല സാർ. സാർ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ കളിക്കാൻ കിട്ടുന്ന ആ ഒരു പീരീഡ് മാത്രം. ആ പീരീഡ് പോയിട്ട് മാത്സ് എടുക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ കുട്ടികളുടെ ഒരു അവസ്ഥ? നമ്മളത് ആലോചിക്കണ്ടേ? നമ്മളല്ലാതെ പിന്നെ ആരാ പറയാ അവർക്ക് വേണ്ടി? അത്രേ ഉള്ളൂ.